പത്തനംതിട്ട ജില്ലയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വാക്കു പാലിച്ചിരിക്കുകയാണ്. എന്നോടൊപ്പം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ബി നിസാം, പ്രസിഡന്റ് അനീഷ് കുമാർ ഒക്കെയുണ്ട്. അവർ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, വലിയ തോടിനെ വലിയ തോടാക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇന്നിപ്പോഴാ വലിയ തോടിൽ തെളിനീര് ഒഴുകിയിരിക്കുകയാണ്. വലിയൊരു പ്രയത്നമാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ആദ്യം നമുക്ക് CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദ്യമനോട് സംസാരിക്കാം. സഖാവ് എപ്പോഴും പ്രസംഗത്തിൽ പറയാറുണ്ട് യുവാക്കളെ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വഴിതിരിച്ചു വിടണം. അത്തരം ഒരു പോസിറ്റീവ് എനർജിയാണോ പത്തനംതിട്ടയിൽ കാണുന്നത്? നമ്മുടെ പറന്തൽ പന്തളം വലിയതോട് ഈ നാടിൻ്റെ കാർഷിക മേഖലയ്ക്കും മനുഷ്യജീവിതത്തിനും വലിയ സഹായിയായി ഒഴുകിക്കൊണ്ടിരുന്ന തോടാണ്. എന്നാൽ വർഷങ്ങളായി ഈ തോട് മാലിന്യം കൊണ്ട് നിറഞ്ഞ് മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ മാലിന്യം നിറഞ്ഞ തോടായി മാറിയിരുന്നു. ഈ തോടിനെ പുനർജീവിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. അതിനുവേണ്ടി ജില്ലയിൽ നിന്നുള്ള ഡിവൈഎഫ്ഐയുടെ വാളണ്ടിയർമാർ ഇവിടെ വരികയും തോടിനെ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തു. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള യുവജന ശക്തിയാണ്. മഹാത്മാഗാന്ധി യുവജന ശക്തിയെ കുറിച്ച് പറഞ്ഞത്, ഒഴുകി വരുന്ന ഒരു പുഴയെ തടഞ്ഞു നിർത്തി അതിൽ നമുക്ക് വൈദ്യുതി നിർമ്മിച്ച് നാടിന് വെളിച്ചം നൽകാൻ കഴിയും. അതിൻ്റെ വഴിക്ക് വിട്ടാൽ അത് നാടും നഗരങ്ങളുമെല്ലാം നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുപോലെയാണ് യുവജന ശക്തിയെ നേരായ മാർഗത്തിലൂടെ തിരിച്ചു വിട്ടാൽ അത് നാടിന് നന്മയാകും, ഇല്ലെങ്കിൽ നാടിന് വിനാശമാകും. തീർച്ചയായിട്ടും അതിനാണ് യുവജന ശക്തിയെ സഖാവ് പോരുന്നത്. എനിക്ക് യുവജന ശക്തിയെ കൃത്യമായി വഴിതിരിച്ചു വിടും. ഇപ്പോൾ ഷിനിൽ തിരുവല്ലയിൽ നിന്നുള്ള ആളാണ് അല്ലേ? ഷിനിലെ ഇത് അടിപൊളിയായോ? അങ്ങനെയുണ്ട്? പിന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ട് തന്നെ നല്ല രീതിയിൽ തെളിനീര് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ബി നിസാമുണ്ട്. നിസാമെ, നമ്മൾ ആദ്യ ദിവസം നമ്മൾ ഈ തോടിന് സമീപത്തിൽ ഒരു ചലഞ്ചൊക്കെ ചോദിച്ചിരുന്നു, ഇത് നിങ്ങൾ വലിയ തോടാക്കി മാറ്റുമോന്നോ? ഇപ്പോൾ അഭിമാനം ഉണ്ടായിരിക്കും അല്ലേ? ഇപ്പോൾ ഇന്ന് സമർപ്പണമാണല്ലോ. മാർച്ച് 2-ാം തീയതി വൈകുന്നേരം 5 മണിയോടുകൂടി പഴയ വലിയ തോടാക്കി ഞങ്ങൾ മാറ്റി. ഞങ്ങൾ വാക്ക് പാലിച്ചിട്ടുണ്ട്. ജില്ലയിലെ 3000-ഓളം വരുന്ന യൂത്ത് ബ്രിഗേഡും ഈ നാട്ടിലെ ബഹുജനങ്ങളുടെയും സഹായത്തോടു കൂടിയിട്ടാണ് ഈ പഴയകാല വലിയ തോടിനെ വലിയ തോടാക്കാൻ, മാലിന്യമുക്തമാക്കാൻ ഡിവൈഎഫ്ഐക്ക് കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ചേട്ടൻ ഇവിടെ ഉള്ള ആളല്ലേ സഖാ? ഇവിടെ എങ്ങനെ തട്ടാ ഈ നാടിൻ്റെ തോടിനെ പഴയ രീതിയിലാക്കി കാണും അല്ലേ? തീർച്ചയായിട്ടും ഇത് ഡിവൈഎഫ്ഐയുടെ വലിയ ശ്രമമായിട്ടാണ്. ഈ ആദ്യം വരുന്ന ആകെ തകർന്നടിഞ്ഞ തോടായിരുന്നു ഈ തോട്. ഇപ്പോൾ ഡിവൈഎഫ്ഐ ജില്ലയിലെ മുഴുവൻ വാളണ്ടിയർമാരും അവരെ സഹായിക്കാൻ വേണ്ടി CPM പ്രവർത്തനം ചേർന്നുകൊണ്ടാണ് ഈ തോടിനെ തോടാക്കി മാറ്റിയെടുത്തത്. തീർച്ചയായിട്ടും ഇത് നാടിനും തന്നെ അഭിമാനമാണ്. അതോടൊപ്പം തന്നെ ഇത് ഈ ജോലി ചെയ്ത ഡിവൈഎഫ്ഐക്കാർക്ക് അഭിമാനമുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിച്ച CPM-നും ഈ അഭിമാനമുണ്ട്. ഉദയഭാന സഖാവിൻ്റെ ഒരു ഓർമ്മയിൽ ഈ തോടൊക്കെ നല്ലൊരു തോടായിരുന്നായിരിക്കും അല്ലേ? ഇതിൻ്റെ ഒരു പ്രതാപകാലം ഓർമ്മയുണ്ടായിരിക്കും. അതുകൊണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എല്ലാവരും ഈ തോട്ടിൽ കുളിയുണ്ടായിരുന്നു, കുളിക്കടവുണ്ടായിരുന്നു. അങ്ങനെ കുളിക്കാനും കൃഷിക്കും എല്ലാമായി ഉപയോഗിച്ചിരുന്നു. ഇതുപോലെ തെളിനീരായിരുന്നു. അതായത് ജില്ലാ പ്രസിഡന്റ് അനീഷ് ഒരു കാര്യം, ഇപ്പോൾ തോട് ശുചീകരണം നല്ല കാര്യമാണ്, ചെയ്തു കഴിഞ്ഞു. ഇനി തുടർന്ന് എന്താണ് ഈ ഉദയവന സഹോദരങ്ങളുടെ പോസിറ്റീവ് എനർജിയായി യുവാക്കളെ മാറ്റുള്ള പ്രവർത്തനങ്ങൾ ജില്ലയിൽ? ഇപ്പോൾ നിലവിൽ ജില്ലയിൽ ലഹരിക്കെതിരെയുള്ള വലിയൊരു ക്യാമ്പയിനാണ് ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിട്ടുള്ളത്. ഇതൊരു വലിയൊരു ഉദാഹരണമാണ്. നാട്ടിലെ ചെറുപ്പക്കാർക്ക് മാതൃകയായി മാറ്റാൻ കഴിയുന്നൊരു വലിയൊരു ഉദാഹരണമാണ്. ഇപ്പോൾ ജില്ലയിലെ ചെറുപ്പമാകെ ഒന്നായി പന്തളത്തെത്തി ഒരു 8 കിലോമീറ്റർ നീളത്തിലുള്ളൊരു തോട് ശുചീകരിക്കാൻ വേണ്ടി തീരുമാനിക്കും. ആദ്യം പലരും ഇതിനെ അസാധ്യമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതൊരു വലിയ ആത്മവിശ്വാസത്തോടുകൂടി ജില്ലയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഏറ്റെടുത്തപ്പോൾ ആ തീരുമാനം പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. ഇത് ജില്ലയിൽ പല ഇടങ്ങളിലും പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ മാലിന്യമുക്തമായി കിടക്കുന്ന പല പൊതുയിടങ്ങൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ശുചീകരിക്കാനുള്ള ഒരു തീരുമാനമുണ്ട്. ലഹരിക്കെതിരെയുള്ളൊരു വലിയൊരു പോരാട്ടം ഡിവൈഎഫ്ഐ മാതൃകാപരമായി നടത്തുന്നതിൻ്റെ ഭാഗമായി മറ്റു ചിന്തകളിൽ നിന്നും യുവത്വത്തെ ആകെ മാറ്റിയെടുത്തുകൊണ്ട് ഇതുപോലെ നാടിനും സമൂഹത്തിനും ഗുണകരമാകുന്ന പ്രവൃത്തിയിലേക്ക് ചെറുപ്പത്തെ ആകർഷിക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിനിലൂടെ ഡിവൈഎഫ്ഐ മുന്നോട്ട് വയ്ക്കുന്നത്. ഡിവൈഎഫ്ഐ പറഞ്ഞ വാക്ക് പാലിക്കുകയാണ്.
ഡിവൈഎഫ്ഐ പറഞ്ഞ വാക്ക് പാലിക്കുകയാണ്. യുവാക്കളെ അതായത് ഈ തോട് ഇപ്പോൾ നമുക്ക് കാണാം, ഈ ദൃശ്യങ്ങൾ കാണുന്ന തോട്, വലിയ തോടിനെ ശുചീകരിച്ച് അതിനെ പഴയ രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ അങ്ങനെ പറഞ്ഞ വാക്ക്, പന്തളംകാർക്ക് കൊടുത്ത വാക്ക് പാലിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനോടൊപ്പം സുജി ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.